സലാം ഒളവട്ടൂരിൻ്റെ ഞാൻ കണ്ട കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും സൂപ്പിച്ചായുടെ സെൽഫി എന്ന കഥ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലൈം ഇക്ബാൽ. സലാം ഒളവട്ടൂരിൻ്റെ സൂപ്പിച്ചായുടെ സെൽഫി. കാലത്ത് തന്നെ കടയിലേക്ക് കയറി വന്ന ടീച്ചറോട് ചായ എടുക്കട്ടെ, ജ്യൂസ് എടുക്കട്ടെ, കടയിലെ പലഹാരങ്ങളടക്കം വേണ്ടത് എന്താണെന്ന് ചോദിച്ചിട്ടും മറുപടിയൊന്നും കിട്ടാതായപ്പോഴാണ് അയാൾ ചോദിച്ചത്, ഇന്നാ ടീച്ചറെ, നമുക്ക് പുതിയ ഐറ്റംസ് ഒരു സെൽഫി എടുത്താലോ? അപ്പോഴാണ് ടീച്ചർക്ക് കലി ഉരുണ്ട് കയറി ചോദിച്ചത്, അച്ഛനും മകനും ഒരുപോലെ സെൽഫി ഭ്രാന്തുണ്ടല്ലേ? ഇന്നലെ സ്കൂളിൽ മകൻ സുൽഫി സെൽഫി എടുത്ത് പുലിവാലായ കഥ പറഞ്ഞിറങ്ങാൻ തുനിഞ്ഞ ടീച്ചർ അരിശമടങ്ങാതെ വീണ്ടും തിരിഞ്ഞു നിന്ന് ചോദിച്ചു, മകൻ സുൽഫി സെൽഫി കൊണ്ട് ഇന്നലെ മുതൽ ക്ലാസ്സിൽ നിന്നും പുറത്താണ്. അതിനെക്കുറിച്ച് പരാതി പറയാൻ വന്ന ഞാൻ ഇനി സെൽഫി കൊണ്ട് പുറത്തു നിൽക്കുന്ന മകൻ്റെ അച്ഛനെ അതേ സെൽഫിയെ കുടുക്കി അകത്താക്കണോ? കാര്യങ്ങൾ ഏകദേശം പിടികിട്ടിയ അയാൾ തെറ്റിദ്ധാരണ തിരുത്താൻ ഒരുങ്ങിയപ്പോഴേക്കും കടയിലെ സ്ഥിരം കസ്റ്റമറും ടീച്ചർ പഠിപ്പിക്കുന്ന അതേ സ്കൂളിലെ മാഷുമായ കാസർഗോഡുകാരൻ കുമാരൻ മാഷ് കടയിലേക്ക് കയറി വന്ന് ടീച്ചറുടെ ഭാവമാറ്റം കണ്ട് കാര്യം പിടികിട്ടിയതുപോലെ ചിരിച്ചുകൊണ്ട് അയാളെ നോക്കി വിളിച്ചു പറഞ്ഞു, സൂപ്പിച്ച, ടീച്ചർക്കും എനിക്കും 2 സെൽഫി എടുത്തോളൂ. ടീച്ചറെ ആംഗ്യം കാണിച്ച് ഇരിക്കാൻ പറഞ്ഞ് കുമാരൻ മാഷ് രാവിലെ മുതൽ കക്ഷത്തിൽ ശ്വാസം മുട്ടിക്കിടക്കുന്ന പത്രം നിവർത്തി വായിക്കാൻ തുനിഞ്ഞപ്പോഴേക്കും പുതുതായി കയറി വന്ന 2 ന്യൂജൻ പയ്യന്മാർ 2 സെൽഫിക്ക് ഓർഡർ കൊടുത്ത് കസേരയിലിരുന്ന് അവർ കയ്യിലെ സ്മാർട്ട് ഫോൺ എടുത്തു നീക്കി കളിക്കാൻ തുടങ്ങി. ഒന്നും മനസ്സിലാവാതെ നിന്ന നിൽപ്പിൽ നിൽക്കുന്ന ടീച്ചറെ നോക്കി കുമാരൻ മാഷ് വീണ്ടും വിളിച്ചു പറഞ്ഞു, ഇത് ഇവിടത്തെ സൂപ്പിച്ചാൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റംസ് ജ്യൂസാണ് ടീച്ചറെ. ജ്യൂസിന് വേണ്ട ചേരുവകൾ മാത്രം തരും. വലിയ വലിയ VIP ഷോപ്പിലൊക്കെ ചായയും കാപ്പിയും കസ്റ്റമർ ഉണ്ടാക്കുന്നത് പോലെ ഇത് ഉത്തരേന്ത്യൻ സ്പെഷ്യലാണെന്നാണ് ഇവിടെ സൂപ്പിച്ച കസ്റ്റമറോട് ഭംഗിക്ക് വേണ്ടി വീമ്പിളക്കി പറയാറ്. അപ്പോഴേക്കും കടയിലെ ഉത്തരേന്ത്യൻ ജീവനക്കാരൻ ഒരു തളികയിൽ എന്തൊക്കെയോ കുമാരൻ മാഷെ മുന്നിൽ വെച്ച് ചോദിച്ചു, ഓർ ഇസ്കെ സാത്ത് ഗാനേക്ക അണ്ട ഓർ കുച്ച് ബി ചായ് ഹേ സാബ്? ഇതിൻ്റെ കൂടെ കഴിക്കാൻ മുട്ടയോ മറ്റോ വേണോ സാർ? നിവർത്തി വെച്ച പത്രം മടക്കി വെച്ച് കുമാരൻ മാഷ് ടീച്ചറെ നോക്കി പറഞ്ഞു, മകൻ സുൽഫിയുടെ സെൽഫിയുമായി ഇച്ഛൻ്റെ സെൽഫിക്ക് യാതൊരു ബന്ധവുമില്ല. കാര്യങ്ങൾ പിടികിട്ടിയ ടീച്ചറും സൂപ്പിച്ചാൻ്റെ സ്പെഷ്യൽ സെൽഫിക്ക് വേണ്ടി കാത്തിരുന്ന് ജാള്യത മറച്ചു പിടിച്ചുകൊണ്ട് കുമാരൻ മാഷിൻ്റെ ചിരിയിൽ പങ്കുചേർന്നു. സലാം ഒളവട്ടൂരിൻ്റെ ഞാൻ കണ്ട കഥകൾ എന്ന പുസ്തകത്തിൽ നിന്നും സൂപ്പിച്ചായുടെ സെൽഫി എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.